ഹായ്. എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് 2002 SIR ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്നാണ്. അതിന് ഓൺലൈനിൽ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് വോട്ടർ സെർച്ച് SIR 2002 എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ CEO കേരളയുടെ വോട്ടർ സെർച്ചിന്റെ ലിങ്ക് നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ CEOയുടെ സൈറ്റ് ഓപ്പൺ ആകും. അവിടെ കൃത്യമായി കാണിക്കുന്നുണ്ട് വോട്ടർ സെർച്ച് SIR 2002 എന്ന്. അതിന് താഴെ നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക. അടുത്തത് നമ്മുടെ LAC സെലക്ട് ചെയ്യുക, അതായത് നമ്മുടെ നിയോജക മണ്ഡലം. നമ്മുടെ നിയോജക മണ്ഡലം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് മുന്നിൽ ആ നിയോജക മണ്ഡലത്തിന്റെ നമ്പറും കാണിച്ചിട്ടുണ്ട്. അതും നോട്ട് ചെയ്തു വെക്കുക. ഇനി അടുത്തത് ബൂത്ത് നെയിമാണ്. ബൂത്ത് നെയിമും ഹൗസ് നെയിമും പാർട്ട് സീരിയൽ നമ്പറും നമുക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജില്ലയും നിയോജക മണ്ഡലവും സെലക്ട് ചെയ്ത് നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുക. നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളത്തിൽ വേണം ടൈപ്പ് ചെയ്യാൻ. നമ്മുടെ ഫോണിൽ മലയാളം ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മലയാളത്തിൽ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സെർച്ച് എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക. അപ്പോൾ താഴെ കുറേ റിസൾട്ട് കാണാം. അതിൽ നമ്മുടെ കറക്റ്റ് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുക. വേണമെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന വിവരങ്ങൾ എന്യൂമറേഷൻ ഫോമിലെ രണ്ടാം ഭാഗത്ത് ചേർക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. ഇവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേര്, അതുപോലെ പാർട്ട് നമ്പർ, പാർട്ട് സീരിയൽ നമ്പർ, അതുപോലെ റിലേഷനായി ഇവിടെ കാണിച്ചിരിക്കുന്നത് ആരാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ ഹൗസ് നമ്പറിൽ ടച്ച് ചെയ്താൽ ഇതേ കുടുംബത്തിലുള്ള നമ്മുടെ എല്ലാ ബന്ധുക്കളെയും കാണാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇവിടെ ഇതേ കുടുംബത്തിലെ 3 വോട്ടർമാരാണ് ഉള്ളത്. അതിനകത്ത് ആദ്യം കാണുന്ന ആളാണ് ഇവിടെ റിലേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വിവരങ്ങളും കൂടി നമ്മൾ എടുത്തു വെക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ നമ്മുടെ പേര് കാണുന്നില്ല എങ്കിൽ എന്യൂമറേഷൻ ഫോമിൽ 3-ാം ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത്. അവിടെ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ബന്ധുവിന്റെ വിവരങ്ങളാണ് ചേർക്കേണ്ടത്. അത് പിതാവാകാം, മാതാവാകാം, അല്ലെങ്കിൽ മറ്റൊരാളുമാകാം. അപ്പോൾ പിതാവിന്റെയോ മാതാവിന്റെയോ പേരാണ് ഇവിടെ സെർച്ച് ചെയ്യേണ്ടത്. അങ്ങനെ പിതാവിന്റെയോ മാതാവിന്റെയോ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. കൂടാതെ ആ പിതാവിന്റെ ബന്ധുവിന്റെ വിവരങ്ങളും ഇതേപോലെ നമ്മൾ എടുത്തു വെക്കേണ്ടതുണ്ട്. 2002 SIRലെ നമ്മൾ ഇപ്പോൾ സെർച്ച് ചെയ്ത വിവരങ്ങൾ നിലവിലെ നമ്മുടെ വോട്ടർ വിവരങ്ങളുമായി വ്യത്യാസമുണ്ടെങ്കിലും ഇവിടെ കാണുന്ന അതേ രീതിയിൽ തന്നെ വേണം എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ.